അപ്പൊ ഇതാ നമ്മളെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധികം ലോകും എല്ലാവരും ഉണ്ട്. അമ്മയില്ല, അമ്മ പണിക്ക് പോയിട്ടായില്ല കേട്ടോ. വിഷു കഴിഞ്ഞാൽ പിന്നെ അമ്മ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ ഇന്ന് ഇപ്പം രാവിലെ 7 മണിക്കാണ് ക്ലാസ്. ചൂടെല്ലാം ആയതുകൊണ്ട് അപ്പോൾ അതികൂടെ ക്ലാസ്സിനെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ചൂടിന് ഞണ്ട് അത്ര നല്ലതല്ല, എന്നാലും ഇന്നലെ വൈകുന്നേരം ഇല്ലേ വണ്ടിയിൽ നല്ല ഫ്രഷ് മീൻ പോവും. അപ്പോൾ കണ്ടരം ഞണ്ട് വാങ്ങിയതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്, അവർ കൊതിക്ക് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിന്ന് നല്ല എന്താ ഉണ്ടാക്കേണ്ടത്? കറിയാ ഉണ്ടാക്കേണ്ടത്? റോസ്റ്റാ ഉണ്ടാക്കേണ്ടത്? നമുക്ക് നല്ല ഞണ്ട് റോസ്റ്റ് എന്ന് ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലോകൂട്ടം പറഞ്ഞ പോലെ നല്ല വെറൈറ്റി ഞണ്ടാന്ന് കിട്ടിയിട്ടില്ലേ. ഇതാ ഇത് ഒരു മോഡല്, 3 വട്ടപ്പുള്ളിയിലും ഇല്ലേ, കണ്ണലും ഇല്ലേ. ഇത് പുള്ളി ഇത് വേറൊരു കളറ് എന്നെ മാറ്റമുണ്ട്. ഇത് ഇതെല്ലാം ഇവിടെ കാണുന്ന ഞണ്ട് തന്നെ, പക്ഷെ എല്ലാം കൂടി ഒന്നല്ല, 3 ടൈപ്പ് ഞണ്ട് മിക്സ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഒന്നിനൊന്ന് ടേസ്റ്റ്, വേറെ മറ്റേ ടേസ്റ്റ് ആയിരിക്കും ചിലപ്പം. പറയാനില്ല, അറിയില്ല. കടൽ ഞണ്ടാണല്ലേ. ഇതാണ് ഈ കൂടുതൽ ഏറ്റവും പറയേണ്ട ഇതാണ്. അപ്പൊ നമുക്കിതൊന്ന് നന്നാക്കി എടുക്കാം. അപ്പൊ ഞണ്ട് വൃത്തിയാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കുന്നതും കൂടി കാണിക്കാം. അപ്പൊ ഇതാ ഇതിന്റെ പെരുക്കയും ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം ആദ്യം. നമുക്ക് ഈ കയ്യെല്ലാം എനിക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡിലും മുള്ളു പോലത്തെ ഉണ്ട്, അത് നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതില്ലേ, ഇതിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, ഇതിങ്ങനെ അടത്തി കളയാം. എന്നിട്ട് നമുക്ക് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് അമർത്തിയിട്ട് ഇതിൻ്റെ ഓട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. ഈ കറുത്ത ഭാഗമെല്ലാം നമുക്ക് മാറ്റാം, ഇതൊന്നും വേണ്ടാത്തതാണ്. ഈ വെള്ള കളർ കാണുന്നത് ഇതിൻ്റെ നെയ്യാണ്. അപ്പോൾ ഇത് കളയണ്ട കേട്ടോ, ഇത് നല്ല ടേസ്റ്റാണ്. കഴുകുമ്പോൾ കുറേ പോകും, എന്നാലും നമുക്ക് അത് കളയണ്ട. നമുക്ക് നടുക്കിയൊന്ന് മുറിക്കാം. മുതുമനായിട്ട് ഇട്ട് കൊടുക്കുന്നവർക്ക് മുതുമനായിട്ട് ഇടാം, നടുക്കിയൊന്ന് മുറിക്കാം. കഴുകിയിട്ട് മുറിച്ചാലും മതി കേട്ടോ. ഒന്ന് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് കഴുകിയിട്ട് മുറിക്കാം. അപ്പോൾ നന്ന ചെറുതിൻ്റെ ഒന്നും കാല് വേറെ പൊട്ടിച്ച് കളഞ്ഞിട്ടാട്ടോ, അതിൻ്റെ പെണ്ണ് വെച്ചിട്ടുണ്ട്. വലുതിൻ്റെ മാത്രമേ പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പെരക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം ഞണ്ടെല്ലാം ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഞണ്ട് റോസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ഉള്ളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മീഡിയം സൈസ് തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ മസാല പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ.
പിന്നെ പറയാൻ വിട്ടുപോയി, ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചൂടാക്കാം. മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച 2 പച്ചമുളകില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. ദൂരെ പോയിരിക്കുന്നത് പൊടിക്കടിക്കായി ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. കടുകാറ്റ് ഇടുന്നുണ്ടെങ്കിലോ? നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മണം. നമുക്ക് ഉള്ളിയും തക്കാളിയും വേറെ വേറെ ഒന്നും ഇടണ്ട, 2 ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ടമ്മ. ആദ്യം ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം തീ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ഉള്ളിയും തക്കാളിയും പെട്ടെന്ന് വെന്ത് കിട്ടും. ഉള്ളിയും തക്കാളിയെല്ലാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ച നമ്മളെ മസാലയില്ലേ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടെടുക്കാം. നല്ല കളറുണ്ടമ്മ. കാശ്മീരി മുളക് പൊടിയല്ലേ, പിന്നെ ചൂടാക്കുകയും ചെയ്താൽ നല്ല കളർ കിട്ടും. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതായത് പൊടികളെല്ലാം ചൂടാക്കിയതാണ്, അതുകൊണ്ട് കുറേ സമയമൊന്നും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണമെന്നില്ല. ഇനി നമുക്ക് നേരെ നമ്മളെ ഞണ്ടിയിലേക്ക് തട്ടിക്കൊടുക്കാം. റോസ്റ്റായില്ലേ, ഞണ്ട് കൊടുക്കാം. നല്ല വെള്ള കളറ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട. 3 കറി മതി. 2 കറി മാത്രം മതി ചോറ് കഴിക്കാൻ. എന്നാ പിന്നെ 3 കറി മതി. വേറൊന്നും കറി വേണ്ടാന്നാണ് അതിന്റെ അർത്ഥം. 2 കറി ഉണ്ടെങ്കിൽ വേറൊന്നും കറി വേണ്ടാന്ന് അതിന്റെ അർത്ഥം. അതൊക്കെ 3 കറിയല്ല. ഇതന്നെ ഇത് തിന്നാന്നല്ല കാണുമ്പോ. ഇപ്പോൾ മസാലയും എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ.
നമ്മളെ ഞണ്ടിതാ നല്ലപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മളെ മെയിൻ സാധനം കുരുമുളക് പൊടി അത് ഇട്ട് കൊടുക്കാം കേട്ടാ. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ. നല്ല കളറുണ്ട്, അത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തോണ്ടാണ് കേട്ടാ. അപ്പം ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റ് വെന്ത് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുന്നേ എന്താ വെച്ചാൽ ഇത് മൺചട്ടിയിൽ കിടന്നിട്ട് ആദ്യം തണിയുമ്പോൾ ഒന്നുകൂടി കുറുക്കി നല്ല സെറ്റായി വരും. അതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി വേണ്ടേ? ഗ്രേവി വേണ്ടാണ്ട് റോസ്റ്റിന് ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ ദോശയും നല്ല ഞണ്ട് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ രണ്ടാളും റെഡി ആയിട്ടുണ്ട് കേട്ടാ. വാ വാ. 2 ദോശ ഇപ്പൊ ഗ്രേവി വെച്ചാ ചൂട്. കൊതിപ്പിക്കുന്ന രണ്ടാളും കൂടിയിട്ട് കറണ്ട് പോയി. അതെപ്പില്ല, അത് നമ്മ വീഡിയോ എടുക്കാൻ ആ നേരത്തെ എപ്പം കറണ്ട് പോകും അല്ലേ? നമ്മക്കില്ലേ? നമ്മക്കില്ല. താടാ അതാണ്ട് വേഗൂനെ എന്നോട് സ്നേഹമില്ല. കണ്ടു. അപ്പൊ എങ്ങനെയുണ്ടായിനി നമ്മളെ ഞണ്ട് റോസ്റ്റ്? അടിപൊളി തന്നെ. അപ്പൊ രണ്ടാളും എരിവിരിക്കുന്നുണ്ട്. അത്രയല്ലേ എരിവുണ്ടാ? ആ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുണ്ടായിനി. പിന്നെ നല്ല ചൂടുമായില്ലേ, അതുകൊണ്ടാണ് ഭയങ്കര എരിവെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലൂ. ഞണ്ട് കിട്ടിയാലും ഒരു റോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിള്ളേർക്കെല്ലാം നല്ല ആയിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് കമന്റ് ഷെയർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും